വാ ചേച്ചി വാ. സംഭവപരമായ ഒരു സ്ഥലം ഇതാണ്. ഇവിടെയാണ് ഇവർ ഒരു പശുവിനെ കെട്ടാൻ വേണ്ടി ഒരു അനുമതി കൊടുത്തത്. എരുത്തിലും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. ഇതിൻ്റെ തുടങ്ങിയ വിഷയങ്ങളാണ് ഇപ്പോൾ നമ്മളെ കുറച്ച് പിള്ളേരൊക്കെ കിടന്ന് ഒളിവിൽ താമസിക്കേണ്ട അവസ്ഥ വന്നത്. പിള്ളേരൊക്കെ എവിടെ വല്ലതും അറിയാമോ? ഈ മൂക്കിയത്തികളായ പുലയന്മാരെയും കൊണ്ടാണ് നീ വന്നേക്കണേ, ഞങ്ങളെ അടിക്കാൻ എന്നും പറഞ്ഞ് തള്ളിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഏതായാലും ഒരു സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യാജ വാർത്തയായിട്ട് നിജസ്ഥിതി അറിയാൻ വേണ്ടി ഞങ്ങൾ എത്തിയത്. ഇതാണ് അവസ്ഥ. ഓഫീസിൽ ഡിവൈഎസ്പി ഓഫീസിൽ എല്ലായിടത്തും ഇറങ്ങിക്കയറി മക്കളെ ജീവനോടെ ഉണ്ടോന്ന് പോലും അറിഞ്ഞൂടാ. നമസ്കാരം. ഇവിടെ അരിയോട്ടുകുളമാണ്, പോത്തൻകുടാണ് സ്ഥലം. ഇവിടെ ഒരു പയ്യനെ അവന് കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഒരുപാട് മാധ്യമങ്ങളൊക്കെ എന്താ പറയുക ഒരുപാട് വാർത്തയൊക്കെ ആക്കി തമ്മിൽ അടിയൊക്കെ ആയ വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ പയ്യനെ കഞ്ചാവ് എന്ന് പറഞ്ഞൊക്കെയാണ് ഒറ്റപ്പെടുത്തിയിരിക്കുന്നത്. യഥാർത്ഥ വിവരം അറിയാൻ വേണ്ടി ഞങ്ങൾ എത്തിയാണ്. ഇപ്പോൾ അതിൻ്റെ വിഷയം ഞാൻ പറഞ്ഞുതരാം. അമ്മ ബാ. ഈ വിഷയം എന്താണ് അമ്മ? ഇങ്ങനെ ഇതെന്തോ ഒരു ഫാമിൻ്റെ വിഷയമാണെന്ന് ഞാൻ കേട്ടു. ശരിയാണോ അത്? ഫാം ഇവർക്ക് ഫാമിന്റെ വിഷയമല്ല, നമ്മളെ എരുത്തിലാണിത്. നമ്മളെ എരുത്തിൽ കൊണ്ട് കെട്ടിക്കോട്ടാണ് ഞങ്ങളെ വീട്ടിൽ കെട്ടിനൊക്കെ പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവര് അടുത്ത് ഒരുപാട് വീടുള്ളത് കൊണ്ടേ ഇവിടെ കൊണ്ട് കെട്ടാന്ന് കെട്ടി ഞങ്ങളെ എരുത്തിൽ ഒഴിഞ്ഞു കിടക്കണം കണ്ടപ്പോഴത്തേക്ക്. അപ്പോഴേ ഞങ്ങൾ പറഞ്ഞു കൊട്ടി കെട്ടിക്കളാൻ പറഞ്ഞു. അപ്പൊ വേറെ ഒരു നിബന്ധനയില്ല. ഇടേ നിനക്ക് എന്തെങ്കിലും നമുക്കിവിടെ ബാക്കിയേടാകുമ്പം അത് കൊണ്ട് പൊയ്ക്കോളാം. വേറെ ഒരു കാര്യവും നമ്മുടെ ചോദിക്കുക പറയാ ഒന്നും ചെയ്യണ്ട. സ്വന്തം സ്ഥലം, നിങ്ങളെ സ്വന്തം എരുത്തില്. അയ്യോ പിന്നെ അല്ലാതെ നമ്മളെ സ്വന്തം സ്ഥലം. അവിടെ വേറെ ആള് കൊണ്ട് പശുവിനെ കെട്ടി അവര് കെട്ടി നിർത്തി നമ്മളുടെ ചോദിച്ചും കൊണ്ട് കെട്ടിയത് തന്നെയാണ്. ചോദിച്ചുകൊണ്ട് അന്ന് കെട്ടിയത്. പിന്നെ അല്ലാതെ നമ്മൾ എത്രയും കെട്ടാനൊക്കില്ല. ഒരു ചെറിയ കാര്യം കൂടി ഞാൻ പറയാനുണ്ട്. കാരണം ഇവിടെ എല്ലാ അമ്മമാരേ ഉള്ളൂ, അവിടെ ആണുങ്ങളൊന്നും ആരും ഇല്ല. അപ്പൊ അമ്മമാർക്കൊന്നും മുഖം കാണിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? മോന്റെ ചേച്ചിയുടെ മോനാണ് ഈ വിഷയങ്ങളൊക്കെ വന്നതല്ലേ? ഇപ്പൊ ആണുങ്ങൾ ആരും ഇല്ല ഇവിടെ സംസാരിക്കാൻ വേണ്ടി. ഭർത്താവിന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവം നമ്മൾ ആരെയും മുഖമൊന്നും കാണിക്കുന്നില്ല. ഇതാണ് ഒരു നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വേറെ ആളെ കൊണ്ടൊരു ഒരു പശുവിനെ കെട്ടിയതിന്റെ വിഷയമാണ് ഇപ്പൊ ഇത്രയും ആയതല്ലേ? അത് നിങ്ങളുടെ മകൻ ഇപ്പൊ കഞ്ചാവ് പ്രതി കഞ്ചാവ് അല്ല അടിപിടി കേസും പിന്നെ എല്ലാ മാധ്യമങ്ങളും കഞ്ചാവ് എന്നൊക്കെ പറയുന്നത് അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അവർക്ക് മാധ്യമന്മാർക്ക് കിട്ടിയപ്പോ അവർ എല്ലാം കൊണ്ടങ്ങ് ആഘോഷിക്കുകയാണ് ചെയ്തത്. അവരൊരു അന്വേഷണം പോലും നടത്തിയിട്ടില്ല. ഞങ്ങൾ സിയോട് നേരിട്ട് കാര്യം പറഞ്ഞു. ഇവിടെ ക്യാമറയുണ്ട്, ക്യാമറ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അതൊന്നും അവർ ചെയ്തിട്ടില്ല. ഞാനിപ്പം SI വിളിച്ചായിരുന്നു. അപ്പോൾ SI പറഞ്ഞത് അതൊരു അടിപിടി കേസാണ്, കഞ്ചാവ് കേസൊന്നും അങ്ങനെയൊന്നും എടുത്തിട്ടില്ല എന്നാണ് SIന്റെ പറഞ്ഞത്. മാധ്യമങ്ങൾ മൊത്തം അതങ്ങ് ആറാടി. +2 പരീക്ഷ എഴുതിട്ട് നിൽക്കുന്ന മക്കളാണ്. അവർക്ക് ഇനി ഒരു കോളേജ് വിദ്യാഭ്യാസത്തിനോ തുടർ വിദ്യാഭ്യാസത്തിനോ ഒന്നും പറ്റത്തില്ല. ആ രീതിക്ക് മാധ്യമങ്ങൾ ഇത് ആഘോഷിച്ച് കൊച്ചുങ്ങൾ കഞ്ചാവിന് അടിമയാണെന്ന്, അവർക്ക് കഞ്ചാവ് വിൽപ്പന ഉണ്ടെന്നും ഈ അടികൊണ്ട് ആൾക്കാർ പറഞ്ഞങ്ങ് പരത്തി മാധ്യമങ്ങൾ അതങ്ങ് ആഘോഷിച്ച്. ഞങ്ങൾ 4 അമ്മമാരെ ന്യായത്തിന് വേണ്ടി ഇന്ന് 8-9 ദിവസമായിട്ട് എല്ലാ ഓഫീസുകളിലും ഇറങ്ങി കയറുകയാണ്. SP ഓഫീസിൽ, DYSP ഓഫീസിൽ എല്ലായിടത്തും ഇറങ്ങി കയറി മക്കളെ ജീവനോടെ ഉണ്ടോന്ന് പോലും അറിഞ്ഞൂടാ. മക്കളൊന്നും ഇവിടെ ഇല്ല, മക്കളൊക്കെ മാറി നിൽക്കുകയാണ്. അമ്മ ആ സ്ഥലത്ത് കാണിച്ചു. അമ്മ വാ ചേച്ചി വാ. സംഭവപരമായ ഒരു സ്ഥലം ഇതാണ്. ഇവിടെയാണ് ഇവർ ഒരു പശുവിനെ കെട്ടാൻ വേണ്ടി ഒരു അനുമതി കൊടുത്തത്. എരുത്തിലും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. ഇതിൻ്റെ തുടങ്ങിയ വിഷയങ്ങളാണ് ഇപ്പോൾ നമ്മളെ കുറച്ച് പിള്ളേരൊക്കെ കിടന്ന് ഒളിവിൽ താമസിക്കേണ്ട അവസ്ഥ വന്നത്. പിള്ളേർക്ക് എവിടെ വല്ലതും അറിയാമോ? ഒരു സൈഡിൽ പോലീസ്, ഒരു സൈഡിൽ ഈ അടി കൊണ്ടുപോയ ഗുണ്ടകൾ. ഞങ്ങൾ പബ്ലിക്കായിട്ട് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വന്നൊരു സുജി എന്ന് പറഞ്ഞ ഒരാൾ ഞങ്ങൾ വന്നത് ഞങ്ങളെ വെല്ലുവിളിച്ചിട്ട് പോയത്. കൊച്ചുങ്ങളെ കഴുത്തറുത്തിട്ട് നിങ്ങൾ എവിടെ പോയി ജാമ്യം എടുത്താലും അവിടെ നിന്ന് കഴുത്തറുത്തങ്ങ് കൈത്തരം കുഴി വെട്ടിയിട്ട് വന്ന് മക്കൾക്ക് വേണ്ടി ഓടിക്കൊള്ളാനാണ് പറഞ്ഞേക്കുന്നത്. എന്റെ മോളുടെ പറഞ്ഞത് അച്ഛനെ അടക്കിയെടുത്ത് എന്നെ നീ അടക്കിക്കോന്ന്. അവിടെയാണ് എന്റെ മോനെ അടക്കിയത്. അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് കൊച്ചു നിന്റെ മോനെ അടക്കാടിയെന്ന് പറഞ്ഞു വെല്ലുവിളിച്ചു. അതുപോലെ തന്നെ എന്റെ ഫോണിലും വിളിച്ച് പറയുണ്ടായി. റെക്കോർഡ് വേറെ 1-2 റെക്കോർഡുകളുണ്ട് സാർ, അയച്ചു തരാം. പറയുന്നുണ്ടായി ഭീഷണിയുള്ള എന്റെ അനിയന്റെ തല വെട്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ മോന്റെ തലയെ ഞാൻ വെട്ടിയിരിക്കുവടി എന്നാണ്. എന്താ സംഭവിച്ചത്? എന്താണ് ഈ സമയത്ത് അവര് ഈ പറയുന്ന അവർക്ക് നിങ്ങളെ എരുത്തിൽ വിട്ടുകൊടുത്തു, എരുത്തിൽ കെട്ടിക്കോട്ടാന്ന് ചോദിച്ചു. അപ്പൊ നമ്മള് കെട്ടിക്കളാൻ പറഞ്ഞല്ലോ. അവർക്ക് അറിയില്ല സാർ, ഞാനും കിളവന് മാത്രമേ ഉള്ളൂ. അവളെന്നെ എന്നെ കൊന്നോണ്ടിരിക്കുകയാണ്. അവളെന്നെ ഞങ്ങൾ കെട്ടാൻ സ്ഥലം കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട്. അത് നിങ്ങൾ കെട്ടാനായിട്ട് നിങ്ങളെ സ്ഥലമാണത്. നിങ്ങൾ അവർക്ക് പശുവിനെ കെട്ടാൻ വേണ്ടി
എഴുത്തിൽ കൊടുത്തു. പിന്നെ എന്താ സംഭവിച്ച ഈ ഒരു യാത് പെട്ടെന്ന് വന്ന് ഞാൻ കൊച്ചു മോന്റെ പേർക്ക് കഞ്ചാവ് കച്ചവടമൊന്നും കഞ്ചാവ് മാഫിയകളാണെന്നും പറഞ്ഞുകൊണ്ടൊക്കെ കളപ്പായിരുന്നു. എന്ത് സാർ നമുക്ക് അങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങിയത് തന്നെ. അപ്പൊ എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് നമ്മൾ ചോദിച്ചു ലാഭം തരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞ് നിങ്ങൾ ഇനി എൻ്റെ ലാഭം വല്ല ചോദിച്ചാൽ ഞാൻ സുധി എന്ന് പറയുന്ന ആളിന്റെ ബന്ധുവാണ്, ഞാൻ അവനെ കൊണ്ട് വീട് അടുപ്പിക്കുമെന്ന് പറഞ്ഞു. പല പ്രാവശ്യം നമ്മളിങ്ങനെ ചോദിച്ചപ്പോഴും ഈ ഗുണ്ടയുടെ പേരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാർട്ടി സപ്പോർട്ട് നന്നായിട്ടുണ്ട്. ഞാൻ CPM പ്രവർത്തകയാണ്. എനിക്ക് പോലും ഒരു സപ്പോർട്ട് അവർ തരുന്നില്ല. എന്റെ കുട്ടികൾക്ക് വേണ്ടി ഇന്നുവരെ അവർ ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് അതാണ് വിഷമം. അവർക്ക് വേണ്ടി ഞങ്ങൾ ഇഷ്ടംപോലെ കൊടി പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പറയുന്ന പയ്യൻ ഇപ്പോൾ ഒളിവിലാണെന്ന പയ്യൻ അവൻ 5 ഉപയോഗിക്കൂ? ഇല്ല 100% ഞങ്ങൾ പറയാണെന്ന് പോലും അവരെവിടെയാണെന്ന് പോലും പറഞ്ഞു. 4 പേരും ഇവിടെ കാണാൻ പോലും മെഡിക്കൽ കോളേജിൽ കൂട്ടുകാരാണോ? 4 പേരാണ് പഠിച്ചത്. ഇവര് കാവടിക്ക് മാലയിട്ട് വ്രതം പിടിച്ച് എന്റെ വീട്ടിലാണ് എല്ലാരും നിന്നത്. അപ്പൊ അമ്മ കാണാൻ വേണ്ടിയാണ് ഈ കൊച്ചുങ്ങൾ ഇവിടെ വന്നത്. അപ്പൊ അവര് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ അവരുടെ മരിച്ചിനെ വയ്ക്കാൻ പറഞ്ഞു. മരിച്ചിനെ വയ്ക്കാൻ പറഞ്ഞപ്പോ ഇവന്മാർ വീണ്ടും ഇവിടെ വന്നിട്ട് എന്നിട്ടാ നീയൊക്കെ ഒരു അഴുക്കൊരു ഭാഷയും വിളിച്ചു. എന്റെ മോൻ SC പെട്ടവരാ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര. ഇവർക്ക് വേറെ ചോദിക്കാനില്ലല്ലോ. ഒരു വിഷയമില്ല. ഉറപ്പാണ്. സ്റ്റേഷനിൽ ഇന്ന് വരെ ഈ കുട്ടികളുടെ പേരിൽ ഒരു പെറ്റി കേസ് പോലും വന്നിട്ടില്ല. ഇന്ന് വരെ ഒരിടത്തും ഇല്ല. +1 പരീക്ഷ ഇവരെ ഉപദ്രവിക്കാൻ വേണ്ടി ആ കൊച്ചിനെ ഇവിടെ നിന്ന് മാറ്റണം, ഇവരെ മോനെ ഇവിടെ നിന്ന് മാറ്റണം, അത്രേ ഉള്ളൂ. ആ പല പ്രാവശ്യം അവനോട് പറഞ്ഞിട്ട് ഈ രാഗിയിലൂടെ മോശമായിട്ട് പെരുമാറുമ്പോഴൊക്കെ ഈ കൊച്ചു ചോദിച്ചിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പോഴൊക്കെ പറഞ്ഞത് നിന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കും. മോശമായിട്ട് ഇങ്ങനെ പൈസ ലാഭം ചോദിച്ചപ്പോഴത്തേക്കും അങ്ങനെ അല്ലാതെ ശാരീരികമായിട്ടില്ല അല്ല മാനസികമായിട്ടൊക്കെ ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് കൊച്ചു ചോദിച്ചതേ ഉള്ളൂ. ചോദിച്ചതിനാണ് അതിനിങ്ങനെ അത് അവര് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ എനിക്ക് അവൻ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെയാണ് ചോദിക്കാനുള്ള. ആ കൊച്ചു ചോദിച്ചതിനെ തുടർന്ന് പല പ്രാവശ്യം കൊണ്ട് അവന് ഭീഷണി ഉണ്ടായിരുന്നെന്ന് ഇവർ പറയുന്നുണ്ട്. അവന്റെ കൈയും കാലും അടിച്ചോടിച്ച് ഇവിടെ ഇട്ട് കളയും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേസിൽ കുടുക്കി കളയും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട് അവര്. മോൻ ചെയ്ത് നല്ല കാര്യം എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മോൻ ചെയ്ത് നല്ല കാര്യം. ഈ സുധി എന്ന് പറയുന്ന ആളിനെ കുറിച്ചാണ് നമ്മളെ പേടിപ്പിക്കുന്നത്. അയാള് ഗുണ്ടയാണ്. അതിനെ കൊണ്ട് അടുപ്പിക്കും, വീഡിയോ അടുപ്പിക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി. അതുകൊണ്ടാണ് നമ്മളൊന്നും മിണ്ടാതെ തന്നെ ഇരുന്നത് ഇത്രയും നാളും. അങ്ങനെ ഇപ്പൊ നമ്മള് ഭയമല്ലേ? നമുക്ക് ഭയമില്ല. നമ്മള് പിറ്റേന്ന് ഇറക്കൂലായിരുന്ന നമ്മള് ഭയന്നാണ് ഞങ്ങളെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇവരെ ഇറക്കാത്തത്. അല്ലെ ഈ പെണ്ണ് പറഞ്ഞ് പേടിച്ചിട്ടും കൂടെയാണ് നമ്മൾ മോളെന്താ പറയാണ്, വാ അമ്മ നമുക്ക് പോയി കഴുത്തറത്തൊക്കെ ഇടാം, പശുവിന്റെ കയറ് ഇട്ട് കൊടുക്കാം, അങ്ങ് പോട്ടെന്ന് ഞാൻ പറഞ്ഞു. കേട്ടാ ഇച്ചിരി കടബാധ്യത ഉള്ളത് കൊണ്ട് പേരിലാണ് നമ്മൾ വസ്തു വിൽക്കണം എന്ന് പറഞ്ഞത്. അത് ഇവര് പറഞ്ഞ് വിൽക്കുകയാണെങ്കിൽ പൈസ വിൽക്കാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ കോമാളികൾ കിടന്നപ്പോഴത്തേക്ക് അവര് വന്ന് നമ്മുടെ തടസ്സം പറഞ്ഞിട്ട് പോയി വന്ന പാർട്ടി. നമുക്ക് ഇവിടുന്ന് ഒത്തിരി പേരുടെ വിറ്റാലി വെക്കോളി, കുട്ടിയൊത്തുങ്ങളൊക്കെ നോക്കണ്ടേ സാറ്, നിങ്ങളെ പഠിപ്പിക്കണ്ടേ? നമുക്ക് മോനെ കേട്ടാ മോനെ അത് അങ്ങനെ വിൽക്കാതിരിക്കും. അപ്പോഴേ അവർ നിങ്ങൾ എന്തിനിപ്പോൾ വിൽക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ? ഞാൻ പറയാം നിങ്ങൾക്ക് ഒരു കിളവൻ കിടക്കണം, എനിക്ക് ആ മനുഷ്യനെ അന്വേഷിക്കണ്ടേ, ഈ കൊച്ചുങ്ങളെ നോക്കണ്ടേ? ഞങ്ങളെ നോക്കാനാണ് എത്തുങ്ങളുടെ കിടക്കണത്. തള്ള പോലും ഇല്ലാത്തൊരു പെണ്ണാണത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് നമ്മുടെ സമൂഹം, നമ്മുടെ പ്രേക്ഷകർ കേൾക്കാനുള്ള സംഭവമാണ്. ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു അല്ലേ? ഇവിടുത്തെ കുട്ടിയുടെ കൂട്ടുകാരൻ അടിക്കാൻ കാണുന്ന അതാണ് പറഞ്ഞ് ആക്ഷേപിച്ച് കൊച്ചിനെ കഴുത്തി കിടന്ന മാലയും വലിച്ചു പിടിച്ച് അവര് കാവടിക്ക് വ്രതം പിടിച്ച് നിന്ന കുട്ടിയാണ്. അവരെല്ലാരും അങ്ങനെ പറഞ്ഞാണ് ആക്ഷേപിച്ചത്. ഈ കുട്ടിയുടെ എന്റെ മകനാണ്. ഈ നമ്മൾ ഇതിലുള്ള SC പെട്ട കുട്ടിയാണ്. നീ SC ഇങ്ങനെയുള്ള ഈ പിളയ ഇതിനെ കൊണ്ട് നീ ഞങ്ങളെ അടിക്കാൻ വന്നാടാന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു കൊച്ചിനെ മാലയും വലിച്ചു പൊട്ടിച്ച്. അവര് വ്രതം പിടിച്ച് നിന്ന കുട്ടികളെ മാലയും വലിച്ചു പൊട്ടിച്ച്. ഈ മൂക്കിയപ്പികളായ പുലയന്മാരെയും കൊണ്ടാണ് നീ വന്നേക്കണേ ഞങ്ങളെ അടിക്കാൻ എന്നും പറഞ്ഞ് തള്ളിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളൊക്കെ മനുഷ്യരാണ്. അങ്ങനെ പോലും ആ കുട്ടികൾ അവര് പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത്. എനിക്കറിയില്ല സാർ ഇവര് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ കൂടെ നിൽക്കേണ്ട ആൾക്കാരാണ്. ഈ കുട്ടികൾ DYFIയിൽ പ്രവർത്തിക്കുന്ന കുട്ടികളാണ്. എന്നിട്ടാണ് ഇവർ എന്തിനാണ് ഈ ഗുണ്ടകൾക്ക് വേണ്ടി ഇത്ര ഇത് ചെയ്യുന്നത് ഞങ്ങൾക്കറിയില്ല. നിങ്ങളുടെ കുടിവെള്ളം എന്താ വിഷയം? കുടിവെള്ളം അവര് വാല് കൂട്ടിയിട്ട് പോകും. ഇവര് പശുവിന് വെള്ളം കൊടുത്തിട്ട് വാല് കൂട്ടിയിട്ട് പോകും.
ഇപ്പം കുടിവെള്ളമില്ല. ഇല്ല, കുടിവെള്ളമില്ല. അവൻ വരുമ്പോഴത്തേക്ക് അവന്റെ പശുവിന് വെള്ളം അമ്മമാരെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ഇത് നമ്മളെ ഈ കേരളത്തിൽ മാത്രമേ നടക്കുള്ളൂ. നമ്മുടെ ഈ കേരളത്തിൽ മാത്രമേ ഈ നടക്കുള്ളൂ. ഇങ്ങനെ ഈ പേരും പറഞ്ഞ് ഇങ്ങനെ പല പ്രാവശ്യം നമ്മളങ്ങനെ അസഭ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പേടിച്ചിരിക്കണ ആ ഒരു സുധി എന്ന് പറയുന്ന ആളിനെ ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് എന്തും പറയാം, അല്ലെങ്കിൽ ശാരീരികമായിട്ട് മാനസികമായിട്ട് നിങ്ങള് ടോർച്ചർ ചെയ്യാന്ന് വിചാരിച്ചല്ലേ? അത് മോൻ ചോദ്യം ചെയ്തു, അതല്ലേ തുറന്നു പറയാങ്ങള്. നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും തന്നെ നമുക്ക് ആരുടെയും ചെന്ന് പറയാൻ തന്നെ പറ്റണില്ല. ആ ഒരു അവസ്ഥയാക്കി വെച്ചേക്കാണ്. ഈ വിഷയം ആ കുട്ടി പുറത്ത് പറയാത്തത്, നാണക്കേട് ഓർത്താണ് പുറത്ത് പറയാത്തത്. ഏതായാലും ഒരു സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യാജ വാർത്തയുടെ നിജസ്ഥിതി അറിയാൻ വേണ്ടി ഞങ്ങൾ എത്തിയത്. ഇതാണ് അവസ്ഥ. കുറേ അമ്മമാരുടെ വിഷയമാണ്. അത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റിയത്. അവരുടെ സ്ഥലമാണ്, അവരുടെ എഴുത്തിലാണ്, അവിടെ കൊണ്ട് കെട്ടിയ പശുവിൻ്റെ കേസിലാണ് ഇത്രയും വിഷയങ്ങളൊക്കെ ഉണ്ടായത്. എന്നിട്ട് പാവപ്പെട്ട പിള്ളേരെ കഞ്ചാവ് കേസെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എന്താ പറയുക, SI ഒക്കെ ഞാൻ വിളിച്ചായിരുന്നു. ഇപ്പോഴത്തേക്ക് എന്നെ പറഞ്ഞത് കഞ്ചാവ് കേസൊന്നും അല്ല, ഒരു അടിപിടി കേസുണ്ടായി. കാരണം സ്വന്തം അമ്മയെ ചോദ്യം ചെയ്താൽ, അല്ലെങ്കിൽ സ്വന്തം അമ്മയെ പറ്റി വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കേണ്ടത് ഒരു മകൻ്റെ ഉത്തരവാദിത്വമാണ്. അതവൻ നിറവേറ്റി, അവൻ കൂടുതൽ നന്നായി. വിസ്മയസിനോട് ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീത് മകരാർ സൈനിങ് ഓഫ്.